إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ആജ്ഞകളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കാതെ മരണമെന്ന ആ സത്യം നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ മരണത്തിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ദിവസം നാം ചെയ്തു പോകുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു കബൂലാക്കുകയും അതിന് മഹത്തമായ പ്രതിഫലം നൽകുകയും ചെയ്ത് സ്വർഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ മാസത്തിൽ നിന്നും മറ്റൊരു മഹിതമായ പവിത്രമായ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് ഹിജ്റ വർഷം 1446 നിന്നും 1447 നാം പ്രവേശിക്കാനിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം ഇന്ന് 30 പൂർത്തിയാക്കി
ഇൻഷാ അല്ലാഹ് നാളെ മുഹറം 1 നാം പ്രവേശിക്കാനിരിക്കുന്നത്. ഇംഗ്ലീഷ് കലണ്ടറിലെ മാസങ്ങളിലെ പോലെയല്ല ഇസ്ലാമിക കലണ്ടർ എന്നത്. ഇംഗ്ലീഷ് കലണ്ടറിലെ മാസങ്ങളുടെ പേരിനും ക്രമത്തിനുമെല്ലാം അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ല. എന്നാൽ ഇസ്ലാമിൽ ഒരു വർഷം അവസാനിക്കുന്നതും മറ്റൊരു വർഷം ആരംഭിക്കുന്നതുമെല്ലാം ഇംഗ്ലീഷ് കലണ്ടറിനെ അതിൽ നിന്ന് വ്യത്യസ്തമായി അറബി മാസത്തിനും പ്രത്യേകതയുണ്ട് എന്നതാണ്. നാം പവിത്രമായ മാസങ്ങളിൽ നിന്ന് പവിത്രമായ മാസത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ ഇഫ്തതഹ സനത ബിശഹരിൽ ഹറാം. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തെ പവിത്രമാസം കൊണ്ട് തുടങ്ങുകയും പവിത്രമായ മാസം കൊണ്ട് തന്നെ വഖതമഹ ബിശഹരിൽ ഹറാം അത് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ഇസ്ലാമിക കലണ്ടർ എന്നത് അത് തുടങ്ങുന്നതും അതിൻ്റെ ആദ്യ മാസം എന്നത് മുഹറം മാസമായി തിരഞ്ഞെടുത്തത് മഹാനായ സഹാബി, മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സ്വഹാബികളാണെങ്കിലും മാസങ്ങളും അതിൻ്റെ കൃത്യമായ ഓർഡറും നിശ്ചയിച്ചത് അത് സ്വഹാബികളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മാസങ്ങൾക്ക് പേര് നിശ്ചയിച്ചതും അതിൽ ഒന്നാമത്തെ മാസവും രണ്ടാമത്തെ മാസവും അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് എന്നതുമെല്ലാം അല്ലാഹുവാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ആരംഭിച്ചത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അന്ന് തന്നെ മാസങ്ങളും അതിൽ മറ്റു ചിലതിനേക്കാളും പവിത്രതയുമെല്ലാം അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെ 12 മാസങ്ങളായി അല്ലാഹു നിശ്ചയിച്ചു. അല്ലാഹുവിന്റെ അടുക്കൽ അത് രേഖപ്പെടുത്തി വെച്ചത് 12 മാസമായിട്ടാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചു എന്നതാണ്. ആ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾക്ക് അല്ലാഹു മറ്റ് 8 മാസങ്ങളെക്കാളും 4 മാസങ്ങൾക്ക് പവിത്രത നൽകി എന്നതാണ്. പവിത്രമായ മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ ആ മാസങ്ങളാണ് പവിത്രമായ മാസങ്ങൾ എന്നത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം الزمان قد استدار كهيئة يوم خلق السماوات والأرض. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെ കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിൽ 12 മാസങ്ങൾ, ആ 12 മാസങ്ങളാണ് വർഷത്തിലുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾക്ക് 4 മാസം എന്നത് അത് പവിത്രമായ മാസമാണ്. സലാസത്തുൻ മുതവാലിയാത്തുൻ, ആ 4 മാസങ്ങളിൽ 3 മാസങ്ങൾ
അത് തുടരെയാണ് വന്നത്. ഏതെല്ലാമാണ് തുടരെ വന്ന മാസങ്ങൾ? ദുൽഖഅദ വ ദുൽഹിജ്ജ വൽ മുഹറം. തുടരെ വന്ന മാസങ്ങൾ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവുമാണ് തുടരെ വന്ന മാസങ്ങൾ. വറജബുൻ മുളറല്ലദീ ബൈന ജുമാദ വ ശഅബാൻ. പിന്നെ ജുമാദക്കും അതുപോലെ ശഅബാൻ മാസത്തിലും ഇടയിലുള്ള മാസമാണ് റജബ് മാസം എന്നത്. ആ റജബ് മാസം മുളർ ഗോത്രത്തിന്റെ മാസമാണ്. ഈ 4 മാസങ്ങളാണ് പവിത്രമായ മാസങ്ങൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമെന്ന നിലക്ക് അറബി കലണ്ടർ അനുസരിച്ച് ഒന്നാമത്തെ മാസം മുഹറം മാസം. ആ മുഹറം മാസത്തിന്റെ പവിത്രത അത് കാത്തു സൂക്ഷിക്കുക എന്നത് സത്യവിശ്വാസികൾക്ക് അതിന് കഴിയേണ്ടതുണ്ട്. കാരണം ആ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ്. ആ മാസത്തെ കാത്തു സൂക്ഷിക്കുക എന്നത് തഖ്വയുടെ ഭാഗമാണ് എന്നതാണ്. എങ്ങനെയാണ് ഈ മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കുക എന്നത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ ബാധ്യത വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവും സഹാബികളും വർഷം തുടങ്ങാൻ നിശ്ചയിച്ച മുഹറം മാസത്തിന് ധാരാളം മേന്മകൾ, ധാരാളം ശ്രേഷ്ഠതകൾ ഉണ്ട് എന്നത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ അതിന്റെ ഫضല്, ഒന്നാമത്തെ ശ്രേഷ്ഠത എന്നത് അത് അല്ലാഹുവിന്റെ മാസമാണ്. മുഹറം മാസം അല്ലാഹുവിന്റെ മാസമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ. റമളാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പ് അത് മുഹറം മാസത്തിലാണ്. ആ മാസം എന്നത് ഷഹറുല്ലാഹിൽ മുഹറം, അത് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് എന്നതാണ്. വഅഫ്ളലു ബഅദ സ്വലാത്തി ബഅദൽ ഫരീദ. അതുപോലെ തന്നെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായ നമസ്കാരമുള്ളത് സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരങ്ങൾക്കാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രിയിൽ എഴുന്നേറ്റ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നമസ്കാരം. തഹജ്ജുദാണെങ്കിലും ഖിയാമുൽ ലൈലാണെങ്കിലും അതുപോലെ വിത്റാണെങ്കിലും വ്യത്യസ്തമായ പേരുകളിലൂടെ വന്ന ആ നമസ്കാരമാണ് ഏറ്റവും അഫ്ളലായ നമസ്കാരം. പറഞ്ഞു വന്നത് റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ നോമ്പുള്ളത് അത് ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ്. അത് അതിന്റെ മാസത്തിന്റെ പ്രത്യേകതയാണ്. അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ മാസമാണ് എന്നതാണ്. രണ്ടാമതായി പവിത്രമായ മാസങ്ങളിൽ 4 മാസങ്ങളിൽ എണ്ണിയതിൽ ഒന്നാമത്തെ മാസം അത് മുഹറം മാസമാണ്. അൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന ഹദീസിൽ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച അതേ ഹദീസ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങളാണുള്ളത്. അതിൽ 4 മേന്മയുള്ളതാണ്. മുഹറം 4 അല്ലാഹു പവിത്രമാക്കിയ മാസമാണ്. ആ മാസത്തിൽപ്പെട്ടതാണ് മുഹറം മാസം എന്നത്. എന്നിട്ട് പറയുന്നു വറജബുൻ മുളറല്ലദീ ബൈന ജുമാദ വ ശഅബാൻ. ഇതില് മുളർ ഗോത്രത്തിന്റെ മാസമാണ് ശഅബാൻ മാസം. എന്താണ് ഈ മുളർ?
മുദർ റജബ് മാസമായ മാസം അത് മുദർ ഗോത്രത്തിന്റെ മാസമാണ് എന്ന് പറയാനുള്ള കാരണം പവിത്രമാക്കപ്പെട്ട റജബ് മാസം ഏത് എന്ന വിഷയത്തിൽ മുദർ ഗോത്രത്തിനിടയിലും റബീഅ ഗോത്രത്തിനിടയിലും അഭിപ്രായ ഭിന്നതയുണ്ടായി, അവർക്കിടയിൽ തർക്കമുണ്ടായി. അത് റമദാൻ ആണ് എന്നാണ് റബീഅ ഗോത്രക്കാർ കണക്കാക്കിയിരുന്നത്. അവർ വാദിച്ചത് അങ്ങനെയാണ്. എന്നാൽ മുദർ ഗോത്രക്കാർ പറഞ്ഞു അവരുടെ വാദം അത് റജബ് മാസമാണ് എന്നതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുദർ ഗോത്രത്തിന്റെ ആ വാദത്തെ ശരിവെക്കുകയും എന്നിട്ട് റജബ് മാസമാണ് പവിത്രമായ മാസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് മുദർ ഗോത്രത്തിന്റെ മാസം, റജബ് മാസം മുദർ ഗോത്രത്തിന്റെ മാസമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി മുഹറം മാസത്തിന്റെ മൂന്നാമത്തെ ശ്രേഷ്ഠത, ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് അള്ളാഹു നിരോധിച്ചിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു എന്നതാണ്. നാലാമത്തെ ശ്രേഷ്ഠത, ഹിജ്റക്കുള്ള പ്രധാനപ്പെട്ട ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചത് മുഹറം മാസത്തിലായിരുന്നു എന്നതാണ്. കലണ്ടർ തുടങ്ങുവാനുള്ള മാസം നിശ്ചയിക്കുന്ന കാര്യത്തിൽ സ്വഹാബികൾ അഭിപ്രായ വ്യത്യാസത്തിലായി. എന്തിനടിസ്ഥാനമാക്കിയാണ് കലണ്ടർ ഉണ്ടാക്കേണ്ടത്, ഒരു വർഷം ആരംഭിക്കേണ്ടത്, എന്തിനാസ്പദമാക്കിയിട്ടാണ് എന്ന വിഷയത്തിൽ അവർ പല ചർച്ചകളും അവർക്കിടയിലുണ്ടായി. പല ആളുകളും പറഞ്ഞു ഹിജ്റയെ അവലംബമാക്കാം എന്ന് പറഞ്ഞ ആളുകളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് റബീഉൽ അവ്വൽ മാസത്തിലായതിനാൽ ആ റബീഉൽ അവ്വൽ മാസത്തിൽ ആ മാസത്തെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ടായി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതും റബീഉൽ അവ്വൽ മാസത്തിലായതുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ധാരാളം ചർച്ചകൾ അവർക്കിടയിലുണ്ടായി. പിന്നെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതും സ്വഹാബികൾ ഹിജ്റ പോകാൻ തുടങ്ങിയതുമെല്ലാം, പ്രവാചകൻ ഹിജ്റ പോകുന്നതിന് മുമ്പേ സ്വഹാബികൾ ഹിജ്റ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹിജ്റക്കുള്ള ഒരുക്കം, പ്രവാചകൻ ഒരുക്കം തുടങ്ങിയത് മുഹറം മാസത്തിലാണ്. അതുപോലെ ഈ പ്രവാചകന്റെ മുന്നേ സ്വഹാബികൾ ഹിജ്റ പോകാൻ തുടങ്ങിയതെല്ലാം മുഹറം മാസത്തിലാണ് എന്നതുകൊണ്ട് എല്ലാവരും മുഹറം മാസത്തെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. എല്ലാവരും ഏകകണ്ഠമായി ഐക്യകണ്ഠേനെ അങ്ങനെ അതിനെ മുഹറം മാസത്തെ ഇസ്ലാമിക കലണ്ടറിലെ ഒന്നാമത്തെ മാസമായി അങ്ങനെ അതിനെ ആരംഭിക്കാൻ അങ്ങനെയാണ് അവർ അത് തുടങ്ങിയത് എന്നതാണ്. അഞ്ചാമതായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10 എന്നതാണ്. അതും മുഹറം മാസത്തിന്റെ ശ്രേഷ്ഠതയാണ്. عن ابن عباس رضي الله عنه قال قدم النبي صلى الله عليه وسلم المدينة فرأى اليهود تصوم يوم عاشوراء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ജൂതന്മാരായ ആളുകൾ മുഹറം 10 നോമ്പെടുക്കുന്നതായി പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയം ഫഖാല മാ ഹാദാ, അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിച്ചു ഇതെന്താണ് എന്ന് പ്രവാചകൻ ചോദിച്ചു, അവരോട് അന്വേഷിച്ചു. ഖാലു, അവർ പറഞ്ഞു ഹാദാ യൗമുൻ സാലിഹുൻ, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അവർ പറഞ്ഞു ഹാദാ യൗമുൻ സാലിഹുൻ, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ നല്ല ദിവസമാണ്. മാത്രമല്ല അല്ലാഹു ബനൂ ഇസ്രായേലുകാരെ ശത്രുക്കളിൽ നിന്നും മോചിപ്പിച്ച ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് രക്ഷപ്പെട്ട ദിവസമാണത്. അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന് അനുദാനം ചെയ്തുകൊണ്ടാണ്
ജൂതന്മാരായ ആളുകളും നോമ്പ് അനുഷ്ഠിച്ചത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫഅന അഹഖു ബിമൂസ മിൻകും, എങ്കിൽ ഞാനാണ് നിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി അടുത്തവൻ ഞാനാണ്, അതിന് യോഗ്യൻ ഞാനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഫസാമഹു വഅമറ ബിസിയാമിഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയും അത് നോമ്പ് അനുഷ്ഠിക്കാനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തു എന്നതാ. അതും മുഹറം മാസത്തിന്റെ ഫضലായി ശ്രേഷ്ഠതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആറാമതായി, റമദാൻ കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പുകളാണ് ഏറ്റവും ഉത്തമമായ നോമ്പ് എന്നത് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അല്ലാഹു വർഷം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തത് പവിത്രമായ മാസങ്ങൾ കൊണ്ടാണ്. അല്ലാഹുവിങ്കൽ റമദാനിന് ശേഷം മുഹറത്തേക്കാൾ മഹത്വമേറിയ മറ്റൊരു മാസവുമില്ല എന്ന് കാണാൻ സാധിക്കും. ഇബ്നു ഹജർ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു സിയാമി ബഅദ റമദാന ഷഹ്റുല്ലാഹിൽ മുഹറം. ഈ ഹദീസിന്റെ അടിസ്ഥാനമാണ് അതിന്. അഫ്ദലു സിയാം, ഏറ്റവും അഫ്ദലായ നോമ്പ് ബഅദ റമദാൻ, റമദാനിന് ശേഷം ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ് എന്നാണ്. ഏഴാമതായി മുഹറം മാസത്തിന്റെ പ്രത്യേകത, മുഹറം 9, 10 ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പ് നിയമമാക്കപ്പെട്ടു എന്നതാണ്. മുഹറം 10 നോമ്പിനാണ് ആശുറ എന്ന് പറയുക. ഏറെ ശ്രേഷ്ഠതയുള്ളതും ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പൊറുത്ത് ലഭിക്കുന്നതിനുമായ നോമ്പാണ് ആശുറന്റെ നോമ്പ്, മുഹറം 10 നോമ്പ്. അല്ലാഹു റസൂൽ പറഞ്ഞു, അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമു യൗമി ആശുറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു. ആശുറന്റെ നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ, ചെറിയ പാപങ്ങൾ, അത് പൊറുക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുഹറം 9 നോമ്പ്, അതിനാണ് താസുആ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുഹറം 9 താസുആന്റെ ദിവസം അത് ആ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് നബിയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കലാണ്. കാരണം എന്താണ്? അല്ലാഹു റസൂൽ എന്ന് പറഞ്ഞു, അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലാ അസൂമന്ന താസിഅ. പ്രവാചകൻ പറയുന്നു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പെടുക്കുന്നതാണ് എന്നാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത വർഷമാകുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറയുകയാണ് ഉണ്ടായത്. പ്രവാചകന്റെ വാക്കുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മുഹറം 9 നോമ്പ് എന്നത്. പ്രവാചകന്റെ പ്രവർത്തനം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മുഹറം 10 നോമ്പ് എന്നത്. അപ്പൊ പ്രവാചകന്റെ വാക്കും പ്രവർത്തനങ്ങളും മൗനാനുവാദങ്ങളും എല്ലാം അതെല്ലാം സുന്നത്തായ കാര്യമാണ്. അത് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമാണ് എന്നതാണ്. മാത്രമല്ല ധാരാളം ശ്രേഷ്ഠതകൾ ഉള്ള മാസത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കുവാനും ആ ശ്രേഷ്ഠതകൾ ഉള്ള മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാതിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തിന്മകൾ നമ്മൾ ചെയ്യാതിരിക്കുവാനും നന്മകൾ അത് അധികരിപ്പിക്കുവാനും നമുക്കാകണം. തോന്നിവാസങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, ചീത്തയായ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം മഹത്തമായ പവിത്രമായ മാസമെന്ന നിലക്ക് മുഹറം മാസത്തിൽ അത്തരം വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുകയും നന്മകൾ കൂടുതൽ വാരിക്കൂട്ടുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പ്രത്യേകം നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, അതുപോലെ സുന്നത്ത് നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ
അത് കഴിഞ്ഞ ദിവസങ്ങളിനേക്കാളും കൂടുതൽ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഹറം എന്നത് പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസമാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൻ്റെ പവിത്രത മനസ്സിലാക്കുവാനും ആ പവിത്രത കാത്തു സൂക്ഷിക്കുവാനും കഴിയുന്നവരായിരിക്കണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. എന്നാൽ പവിത്രമായ ഈ മാസത്തെ ചില ആളുകൾ ഇതിൻ്റെ 1 മുതൽ 10 ദിവസങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളെ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നഹ്സിന്റെ ദിവസമാണ്, അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കലണ്ടർ എടുത്തു നോക്കിയാൽ തന്നെ അത് അവരുടെ കലണ്ടറുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നഹ്സിന്റെ ദിവസമാണ് എന്നത്. എന്നാൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ വിലക്കുകയും ചെയ്യുന്നു എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ മാസത്തിലും അല്ലാത്ത ദിവസങ്ങളിലും, പവിത്രമായ മുഹറം മാസമാകട്ടെ അതല്ലാത്ത മറ്റു ദിവസങ്ങളാകട്ടെ, നഹ്സ് എന്ന ഒരു രീതി അത് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളായ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയ ഷിയാക്കൾ, ജൂതന്മാരെ സൃഷ്ടിയാണ് ഷിയാക്കൾ. അവരാണത് കൊണ്ടുവന്നത്. മുഹറം 10 എന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ട ദിവസമായതിനാൽ ഷിയാക്കൾക്ക് അന്ന് നഹ്സിന്റെ ദിവസമാണ്. കേരളത്തിലും ചില കലണ്ടറുകളിൽ മുഹറം 10 നഹ്സ് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പവിത്രമാക്കിയ ദിവസത്തിനും മാസത്തിനും ദുഷ്ടഗുണം കൽപ്പിക്കുന്ന ആളുകൾ, അങ്ങനെ ദുഷ്ടഗുണം കൽപ്പിക്കാൻ മനുഷ്യരായ നമുക്ക് ഒരു അവകാശവുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിലുള്ള ദുഷ്ടഗുണം നോക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ്. പലപ്പോഴും നമ്മളിൽപ്പെട്ട ആളുകൾക്ക് പോലും പല ദിവസങ്ങളിലും മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായാൽ ഇന്നത്തെ ദിവസം ശരിയല്ല, ഈ സമയം ശരിയല്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ വാക്കുകളിൽ, സംസാരങ്ങളിൽ സലഫികളായ മുജാഹിദുകളായ നമ്മുടെ ആളുകളുടെ സംസാരത്തിൽ പോലും അത്തരം വർത്തമാനങ്ങൾ വരുന്നത് ഖേദകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ഓടിയാൽ അന്നത്തെ യാത്ര മാറ്റിവെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ യാത്രയുടെ വഴി മാറ്റി ദിശ മാറ്റിപ്പോകുന്ന ആളുകൾ, അത് അപകടത്തിന്റെ സൂചനയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമ്മളൊരു കാലിയായ ഒരു ചാക്ക്, കാലിയായ ഒരു സഞ്ചി, അല്ലെങ്കിൽ കാലിയായ ഒരു കൊട്ട ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ കീശകാലിയാകുന്ന ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള സംസാരങ്ങൾ, വർത്തമാനങ്ങളും അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക ജീവജാലങ്ങൾ കരഞ്ഞാൽ, അതുപോലെ തന്നെ രാവിലത്തെ കച്ചവടത്തിന് കൈനീട്ടം അത് നന്നാവണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, കടം ചോദിച്ചു വന്നാൽ ആദ്യത്തെ കച്ചവടമാണ് അതുകൊണ്ട് കടം കൊടുക്കാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, കൈനീട്ടത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലും കടന്നു വന്ന ഒരു ഒഴിവാക്കേണ്ടുന്ന അനാവശ്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ദിവസങ്ങളിലും അതല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ യാത്രക്കൊരുങ്ങുമ്പോൾ വഴിയിൽ വെച്ച് ആ യാത്ര തടഞ്ഞാൽ അന്നത്തെ യാത്ര പോക്കാണ് എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ ഇടയ്ക്ക് വെച്ച് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതും, അതൊക്കെ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ആ യാത്ര മുഴുവിപ്പിക്കാതെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയാൽ അതൊക്കെ യാത്രക്ക് പ്രയാസകരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇതൊക്കെ ദുശ്ശകുനമാണെന്ന വിശ്വാസം അത് ഇസ്ലാമിൻ്റെതല്ല.
എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നഹ്സ് എന്നത് അത് അനിസ്ലാമികമായ നമ്മുടെ അമുസ്ലിങ്ങളായ ഇതര മതസ്ഥരിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാണ്. കാരണം കാലത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ നിങ്ങൾ പഴി പറയരുത്, കാലത്തെ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, കാരണം അല്ലാഹുവാകുന്നു കാലമെന്നത്. ഇപ്പോൾ സമയത്തെ കുറ്റം പറയുന്ന, ദിവസത്തെ കുറ്റം പറയുന്ന, നമുക്കെന്തെങ്കിലും മോശം സംഭവിച്ചു എന്ന് വിചാരിച്ച് ആ ദിവസവും ആ സമയവും മോശമാണ് എന്ന് പറയാൻ ഒരിക്കലും പാടില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. കാലമെന്നത് അള്ളാഹുവാണ് എന്നതാണ്. അള്ളാഹു അനുവദനീയമായ കാര്യങ്ങളെ ഹറാമാക്കുന്ന, നിഷിദ്ധമാക്കുന്ന സ്വഭാവം വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല. അനുവദനീയമായ കാര്യങ്ങൾ അത് നിഷിദ്ധമാക്കുന്ന സ്വഭാവം ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ അനുവദനീയമായ തേൻ എന്നത് അനുവദനീയമായ കാര്യമാണ്, ഹലാലായ കാര്യമാണ്. ആ തേൻ ഭാര്യമാരുടെ ചില പെരുമാറ്റം കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഞാനത് കുടിക്കുകയില്ല എന്ന് തീരുമാനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീദിന്റെ സ്വരത്തിലാണ് പ്രവാചകനോട് സംസാരിച്ചതായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹൻ നബിയു ലിമ തുഹർജിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. നബി വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ പാടില്ല എന്നാണ്. ഭാര്യമാരുടെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് അല്ലാഹു അനുവദനീയമാക്കിയ ഒന്നിനെ നീ എന്തിനാണ് അത് ഹലാലായ ഒന്നിനെ എന്തിനാണ് ഹറാമാക്കുന്നത് എന്നതാണ്. അത് കുടിക്കാതിരിക്കുന്നത് എന്തിനാണ് എന്നാണ്. അപ്പൊ അല്ലാഹു ഹലാലാക്കിയ വസ്തുക്കളെ അത് ഹറാമാക്കുന്ന സ്വഭാവം വിശ്വാസികൾക്ക് പാടില്ല. അങ്ങനെ അത്തരം സ്വഭാവം അത് മുശ്രിക്കുകളുടെ രീതിയാണ് എന്നതാണ്. മാത്രമല്ല പവിത്രമായ മാസങ്ങൾ, ആ മാസങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ അതിനെ മാറ്റിമറിച്ച മക്കാ മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചു, അവരെ പഴിച്ചു എന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പവിത്രമായ ഈ മാസത്തിൽ നമ്മൾ ധാരാളമായി നന്മകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇസ്ലാമിലെ പുതുവർഷത്തിൽ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അതിനുള്ള തീരുമാനം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രവർത്തിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നന്മകൾ, സുന്നത്തായ കാര്യങ്ങളും ഫർദായ കാര്യങ്ങളും അനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും വലുതും ചെറുമായ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.